പൈക ജ്യോതി പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാണി സി കാപ്പൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണം സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണെന്ന് MLA പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഓപ്പറേഷൻ തണ്ടർ എന്ന പരിപാടിയുമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടിയുമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇറങ്ങിപ്പുറപ്പെട്ടതിന് ശേഷം വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചു എന്നത് സത്യമാണ്. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയിലധികം ലഹരി വസ്തുക്കൾ കേരളത്തിൽ മാത്രം വിറ്റഴിക്കുന്നു എന്നറിയുന്നത് തികച്ചും ദുഃഖകരമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ സമ്പത്താണ്. നാളുകളിൽ ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കേണ്ട കൊച്ചുകുട്ടികളെപ്പോലും ഇതിൽ നിന്ന് ഒഴിവാക്കാതെ ഈ കച്ചവടം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ കോട്ടക്കത്തങ്ങളിലേക്ക് കടന്നെത്തി അവയെ നശിപ്പിക്കുന്ന ഈ 2 സംവിധാനത്തോടും ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ എക്സൈസ് മന്ത്രി ലിജുവിനെയും രമേശ് ചെന്നിത്തലയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊരു നല്ല തീരുമാനമാണ്. തീർച്ചയായും നിങ്ങൾ കുട്ടികൾ ഓരോരുത്തരും ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കേന്ദ്രങ്ങളായി മാറണം. പൊൻകുന്നം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ SHO രാജീവ് MS ലഹരി വിരുദ്ധ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പൈക സെന്റ് ജോസഫ് ചർച്ച് സഹവികാരി ഫാദർ എബിൻ എബ്രഹാം കാക്കനിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ പുത്തൻവീട് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ അൽഫോൻസ മടത്തിപ്പറമ്പിൽ, പാല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജയകുമാർ G, എലിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരിമനങ്ങാട്ട്, PTA പ്രസിഡന്റ് സുജിത് K മോഹനൻ, വാർഡ് മെമ്പർ ജാൻസി, പാല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും ലഹരി വിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.